ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മക്കൾക്ക് അവധിയുള്ളൊരു ദിവസം അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ അവധി ദിവസം ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ മൈൻഡ് നല്ല റിഫ്രഷ് ആയിട്ടും അതുപോലെ തന്നെ അവരുടെ ആ ഒരു വീക്ക് നല്ല രീതിക്ക് അവർക്ക് കൊണ്ടുപോകാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് അവധി ദിവസം കിട്ടുന്ന സമയം രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. പ്രത്യേകിച്ച് കളറിങ്ങോ അല്ലെങ്കിൽ പടം വരയ്ക്കലോ അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ. അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് കളറിങ്. ഏതൊരു ഏജിലുള്ളവർക്കും കളറിങ് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് നല്ല റിലാക്സ് ആകും. നമ്മൾ കുറേ നേരത്തേക്ക് ആ ഒരു കാര്യത്തിലോട്ട് കൂടുതൽ ശ്രദ്ധ വരും. കുട്ടികൾക്ക് സാധാരണ ക്ലാസ്സുള്ള ദിവസം അവർക്ക് എപ്പോഴും പഠിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. ക്രിയേറ്റീവ് കാര്യങ്ങൾക്ക് അധികം നേരം കിട്ടില്ല. അപ്പോൾ നമ്മൾ പാരൻസ് ആയാലും അവരുടെ കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, കളറിങ് ചെയ്യാനോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഐഡിയാസ് എന്താ ചെയ്യേണ്ടതെന്നോ ഒക്കെ പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി മൈൻഡ് നല്ല റിലാക്സ് ആക്കി വെക്കാൻ പറ്റും. പഠിക്കാനായിട്ട് കുറച്ചും കൂടി ഒരു ഉണർവാണ് ക്രിയേറ്റീവ് കാര്യങ്ങളിലോട്ട് അവധി ദിവസം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ അവധി ദിവസം സാധാരണ അവർ ലേറ്റായിട്ട് എഴുന്നേക്കാറ്. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ കളറിങ്ങോ അല്ലെങ്കിൽ പടം വരയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 9 മണിയാകുമ്പോഴേക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമാണ്. അപ്പോൾ അവധി ദിവസമാണ് സാധാരണ അവർ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലികളുണ്ടെങ്കിൽ അതൊക്കെ സഹായിക്കാനായിട്ട് കിട്ടുന്ന ഒരു സമയം. അത് അവർ ചെയ്ത് പഠിക്കുമ്പോൾ അവർക്കും കുറച്ചും കൂടി സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കുകയും ചെയ്യും. അപ്പോൾ ടേബിൾ സെറ്റ് ചെയ്യുക, പാത്രങ്ങൾ കൊണ്ടുവയ്ക്കുക, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രം വാഷ് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ അവധി ദിവസമാണ് ഞാൻ കുറച്ച് അവരോട് ഇങ്ങനെ പറയുക ഒന്ന് ചെയ്യാനായിട്ട്. ക്ലാസ്സുള്ള ദിവസം ഞാൻ അധികം ചില കാര്യങ്ങൾക്കൊന്നും പറയാറില്ല, കാരണം ഭയങ്കര ബിസി ആയിരിക്കും, അവർക്ക് അതിനോടൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കില്ല. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ രാവിലത്തെ കഴിഞ്ഞാൽ പിന്നെ അവർ കുറച്ച് നേരം ചിലപ്പോൾ ടി വി കാണാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 1/4 മണിക്കൂറായിട്ട് ചിലപ്പോൾ ഇരിക്കും. രാവിലെ ട്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് പോകും. അന്നത്തെ ദിവസം അവർക്ക് ട്യൂഷൻ വൈകിട്ടായിരുന്നു. അതുകൊണ്ട് ടി വിയിൽ ഞാനന്ന് അവർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് കാണുമ്പോൾ ഒരു സംഭവം ചെയ്യാറുള്ളത് ക്വിസുകൾ, ജനറൽ നോളേജ് ക്വിസുകൾ കിട്ടും. നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കിട്ടും. അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് പ്ലേ ചെയ്യും. അപ്പോൾ ഞാനും അവരുടെ കൂടെ ഇരുന്ന് അത് കാണും. എന്നിട്ട് ഞങ്ങൾ ആൻസർ ചെയ്യും എല്ലാവരും കൂടിയിട്ട്, ഏതാണ് കറക്റ്റ് ആൻസർ എന്ന്. അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഫാമിലിയുടെ കൂടെ ഇരിക്കാനുള്ള കുറച്ച് സമയവും നമുക്ക് കുറച്ച് ജനറൽ നോളേജും കിട്ടും. നമ്മൾ മറ്റ് പ്രോഗ്രാംസും അല്ലെങ്കിൽ കാർട്ടൂൺസും അങ്ങനത്തെ അവർക്ക് ഇഷ്ടമാണ്. അതിൽ നിന്നുപരിയായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ഈ സമയത്ത് പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഇങ്ങനത്തെ ക്വിസുകൾ കിട്ടും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചേട്ടൻ അനിയത്തിയോ അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് ഒന്നിച്ച് ജസ്റ്റ് അത് വെച്ചിട്ട് ഇങ്ങനെ ആൻസർ ചെയ്ത് നോക്കും. നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ അതിൽ കുറേ ഇങ്ങനെ മൈൻഡ് ഗെയിംസ്, അതുപോലെ തന്നെ കടുങ്കഥകൾ, ഇതൊക്കെ ചോദ്യങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം GK ക്വിസുകൾ കാണുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവരത് കണ്ട ശേഷം പിന്നെ ഞങ്ങൾ അവധി ദിവസം ചെയ്യുന്നൊരു കാര്യമാണ് ഹെയർ കെയറും സ്കിൻ കെയറും. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ അവരുടെ തലമുടിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ക്ലാസ്സുള്ള ദിവസമൊന്നും ഇങ്ങനെയൊന്നും ഹെയർ കെയർ ഒന്നും ചെയ്യാനായിട്ടൊന്നും പറ്റാറൊന്നുമില്ല. അപ്പോൾ അവധി ദിവസമാണ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ പറ്റാവുന്നതും തല വാഷ് ചെയ്യുക. കാരണം ഉച്ചയ്ക്ക് ആയി കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഓയിലൊക്കെ ചെയ്ത് ഇങ്ങനെ ഈ സമയത്തൊക്കെ അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ കോൾഡും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 10:30 കഴിഞ്ഞപ്പോഴേക്കും തലമുടി ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് ഒരു 10-15 മിനിറ്റ് തലമുടി വെച്ച ശേഷം ഷാമ്പു ചെയ്ത് വാഷ് ചെയ്ത് കളയാണ് പതിവ്. അതിലും കൂടുതൽ വെക്കാറില്ല, കാരണം ഇവർക്ക് തലവേദനയ്ക്ക് എടുക്കും. അധികം സമയം വെക്കുന്നവർക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ അവധി ദിവസം നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയിലൊക്കെ ഒരുങ്ങി നമുക്ക് വീട്ടിൽ നിൽക്കാം. അപ്പോൾ നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസും നല്ലൊരു എന്താ പറയുക, സാധാരണ വീട്ടിൽ നിൽക്കുന്നതിൽ നിന്ന് നമുക്കൊരു എനർജിയൊക്കെ കിട്ടും. അപ്പോൾ ഇന്നത്തെ ദിവസം അവധി ദിവസം നമുക്ക് സാധാരണ സാറ്റർഡേ ക്ലാസ് ഉണ്ടാവും. സൺഡേ ആണെന്നുണ്ടെങ്കിൽ സൺഡേ ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ടൈമാണ് എക്സ്ട്രാ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമായാലും ക്ലീനിങ് ആയാലും ഒന്നും ഡീപ്പ് ക്ലീനിങ് ആയിട്ട് ചെയ്യാൻ പറ്റാറില്ല. അവർക്ക് ഓർഗനൈസിങ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് 2 ആഴ്ച കൂടുമ്പോൾ ഏത് ദിവസമാണ് നമുക്ക് സമയം അധികം കിട്ടുന്നത്, ക്ലാസ് ഇല്ലാത്ത ദിവസം സമയം അധികം കിട്ടുന്ന ദിവസം അവർ ഓർഗനൈസ് ചെയ്യാനായിട്ട് റൂം ഫുള്ളായിട്ട് ഓർഗനൈസ് ചെയ്ത് വൃത്തിയാക്കാനായിട്ട് എടുത്തിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ അവർ 2 പേരും ഒരു ലിസ്റ്റൊക്കെ എഴുതി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവർ 2 പേരുടെയും പ്ലാനിങ് ആട്ടോ, ഞാനിതിലൊന്നിലും ഇടപെട്ടിട്ടില്ല. അവർ 2 പേരും ലിസ്റ്റ് തയ്യാറാക്കി അവർ തന്നെയാണ് ഫുൾ ക്ലീനിങ് ഒക്കെ ചെയ്തത്. ഞാൻ കുറച്ച് നേരം ജസ്റ്റ് കാണാനായിട്ട് അവിടെ നിന്നുള്ളൂ. ആദ്യമൊക്കെ ഇവർ ചെറുതായിരുന്നപ്പോൾ ഞാൻ എപ്പോഴും അവരുടെ കൂടെ നിന്നിട്ടാണ് റൂം വൃത്തിയാക്കാറ്. പഴയ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇപ്പം നമ്മൾ അവരുടെ കൂടെ നിന്ന് ചെയ്ത് അവർക്കത് അറിയാം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അവരുടെ റൂം ഇങ്ങനെ വൃത്തികേടായി ഒതുക്കണം എന്ന് തോന്നുന്ന സമയമാകുമ്പോൾ അവർ തന്നെ 2 പേരും പ്ലാൻ ചെയ്ത് അതൊക്കെ
ഒതുക്കുന്നുണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കശപിശയൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ തല്ലൂട്ടൊക്കെ ഉണ്ടാവും. കാരണം രണ്ടുപേരും രണ്ട് ടൈപ്പ് സ്വഭാവമല്ലായിരിക്കും. അപ്പോൾ രണ്ടുപേർക്കും പല കാര്യങ്ങളിൽ യോജിപ്പ് കുറവുണ്ടാവും. ചിലപ്പോൾ ഒരാൾക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും മടുപ്പ് തോന്നും, അപ്പോൾ മതിയാവുമ്പോൾ തല്ലൂട്ടാവും. എന്നിരുന്നാലും ലാസ്റ്റ് ആകുമ്പോഴേക്കും ഫൈനൽ റിസൾട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ആദ്യം തന്നെ ഇന്ന് അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഇരിക്കുന്ന ഷെൽഫുകളെല്ലാം അതിലിരിക്കുന്ന എല്ലാ എന്താ പറയുക ഹെയർ ആക്സസറീസ്, ജ്വല്ലറി, അതുപോലെ തന്നെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആക്സസറീസ് ഒക്കെ ഓർഗനൈസ് ചെയ്യണം. അവരുടെ ബുക്ക് ഷെൽഫ് ഓർഗനൈസ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഡോറിൻ്റെ പിന്നിൽ കുറേ ഐറ്റംസ് ഒക്കെ അവർ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഡ്രസ്സും വാർഡ്രോബും ഉണ്ടല്ലോ വലിയ, അത് ഫുള്ളൊന്നും ഒതുക്കണില്ല. കാരണം അത് ഓൾറെഡി ഒതുങ്ങിയിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അതിലൊന്നും ഒതുക്കാനില്ല. അപ്പോൾ ബാക്കിയുള്ള ഏരിയ ഫുള്ളായിട്ടും ഓർഗനൈസ് ചെയ്ത് റൂം അടിച്ച് വാരി ഷീറ്റ് ഫുള്ള് മാറ്റുക എന്നുള്ള ഒരു വലിയ ടാസ്ക്കാണ് ഇന്ന് ഇവർ ചെയ്യാനെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1.5 മണിക്കൂർ സമയമാണ് അവർ വൃത്തിയാക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു 11 മണിക്ക് അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 12:30 വരെയോളം അവർ റൂം വൃത്തിയാക്കി. അപ്പോൾ ഓരോ ടാസ്കും ഇതുപോലെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് എഴുതി വെക്കുമ്പോൾ ഒരു ഗുണം, ചെയ്ത് കഴിയുമ്പോൾ ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അതുപോലെ എന്ത് ജോലികൾ നമ്മളിനി ചെയ്യണമെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേ അവരെടുത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും കൊണ്ട് ബെഡ്മയാണ് ഇട്ടിരിക്കുന്നത്. ബാക്കി ഒതുക്കേണ്ടത് ഓരോന്നായിട്ട് അവർ സെക്ഷൻ തിരിച്ചിട്ട് ഇവിടെ ഒതുക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ വന്നിങ്ങനെ നോക്കും, അവർ തന്നെയാണ് അവിടെ ഇരുന്നിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ റൂം ക്ലീനിങ് ഫുള്ളായിട്ടും കാണാം. ഉറപ്പായിട്ടും നിങ്ങൾ സ്റ്റുഡൻസിന് ഒരു മോട്ടിവേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ റൂം ക്ലീൻ ചെയ്യുമ്പോൾ നല്ല ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും. ആ ഒരു വീക്കിൽ റൂമിൽ ഇരിക്കുമ്പോൾ നല്ല സന്തോഷമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ റൂം ഒതുക്കി വൃത്തിയാക്കാം കേട്ടോ. അപ്പോൾ റോസും അവിടെ ഹെയർ ടൈസ് ഒക്കെ ഒതുക്കി വെക്കുകയാണെങ്കിൽ ഇസ ഇവിടെ ഇരുന്നിട്ട് ഹെയർ ക്ലിപ്സ് ആണ് ഓർഗനൈസ് ചെയ്യുന്നത്. അതോടൊപ്പം റോസ് ഇവിടെ മേക്കപ്പ് ഐറ്റംസും അങ്ങനത്തെ നെയിൽ പോളിഷ്, അത് ആക്സസറീസ് അങ്ങനത്തെ ഒക്കെ ഇവിടെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഷെൽഫിൽ ഓരോന്നിലും അങ്ങനത്തെ ഐറ്റംസാണ് വെച്ചിരിക്കുന്നത്. ഹെയർ ക്ലിപ്സ്, കമ്മലുകൾ, ഹെയർ ബാൻഡ്, അതൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഓരോ ആഴ്ചയിൽ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ എടുക്കുമ്പോഴും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ വലിച്ചു വാരി വരുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒതുക്കേണ്ടി വരണത്. ഇസതേ ഇവിടെ ഷെൽഫുമേക്കത്തെ പൊടിയും കാര്യങ്ങളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ഷെൽഫുകളാണത്, കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് ഈ 2 ആ ഒരു റോസ് ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ജ്വല്ലറി വെച്ചിരിക്കുന്ന ഷെൽഫ് മാത്രമാണ് പുതിയതായിട്ടുള്ളത്. ബാക്കി 2 കുറേ നാളായിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ജസ്റ്റ് പൊടി തുടച്ചാൽ മതി. അതിൻ്റെ ആ ഒരു കളറും ഭംഗിയൊന്നും ഒട്ടും തന്നെ കുറേ നാളായിട്ടും പോയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഒതുക്കി വയ്ക്കുകയാണ്. നമ്മൾ ഈ ഒരു ഏരിയ മൊത്തമാണ് നമ്മൾ ഈ ബെഡും അതുപോലെ തന്നെ ഇതൊന്നും നമുക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റില്ല. എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. നമ്മുടെ റൂമിൻ്റെ ഒരു എന്താ പറയുക ചെറിയ റൂമും അതിൻ്റെ പൊസിഷൻസും അങ്ങനെയാണ്. പിന്നെ വിൻഡോയുടെയും ഡോറിൻ്റെയും ഒക്കെ അനുസരിച്ച് നമ്മൾ വെച്ചിരിക്കുന്നതാണ്. നമുക്ക് അതിൽ നിന്ന് അലമാരയൊക്കെ കിട്ടിയിരിക്കുന്ന അനുസരിച്ചാണ്. അപ്പോൾ അതിൽ നിന്നൊരു വലിയ മാറ്റമൊന്നും നമ്മുടെ റൂമിൽ വരുത്താൻ പറ്റില്ല. ഉള്ള സ്പേസിൽ വെച്ചിട്ട് തന്നെ ഓർഗനൈസ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ജോലികളിൽ പകുതി ജോലി ഇപ്പോൾ തീർന്നിട്ടുണ്ട്. അതായത് ഈ ഷെൽഫുകളിലുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഒതുക്കി കഴിഞ്ഞു. ഹെയർ ആക്സസറീസ് ആയാലും മേക്കപ്പ് ഐറ്റംസ് ആയാലും എല്ലാം ഒതുക്കി അവിടെ അന്ന് അടിച്ചൊക്കെ വാരി എല്ലാം പഴയ സ്ഥലത്തോട്ട് തിരിച്ചു വെച്ചു. ഇനി നമ്മുടെ ലിസ്റ്റിലുള്ള ഓരോ ഐറ്റംസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞത് ടിക്ക് ചെയ്യാം. ഇനി നമ്മുടെ ലിസ്റ്റിൽ ബാക്കിയുള്ളത് സ്റ്റഡി ടേബിൾ ഓർഗനൈസിങ് ആണ്. അപ്പോൾ ഈ സൈഡ് സ്റ്റഡി ടേബിളും അവിടെ ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. റോസുവിൻ്റെ അതൊന്ന് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ അതുമേ ഒരു ബെഡ്ഷീറ്റ് പഴയതാണ് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരുന്നത്. അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് വിരിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ വിരിക്കുന്നത് വെച്ചാൽ ഒരു ബാത്ത് ടവൽ ഞാൻ വാങ്ങിയിരുന്നു മുമ്പ്. പക്ഷെ അത് അത്രയും ഉപകാരമായില്ല. കാരണം അത് വെള്ളം തീരെ അബ്സോർബ് ചെയ്യണില്ല. അപ്പോൾ ഞങ്ങളത് ഉപയോഗിക്കാതായി. പക്ഷെ അതുമ്പോൾ നല്ല ഭംഗിയുള്ള പിക്ചറാണ്. ഒരു മിക്കി മൗസിൻ്റെ പിക്ചറും സ്നോ വൈറ്റിൻ്റെ പിക്ചറൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് ടേബിൾ ഷീറ്റ് ആയിട്ട് അത് വിരിച്ചുള്ളൂ. അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചാൽ നിങ്ങൾക്കത് ടേബിൾ ഷീറ്റായിട്ട് യൂസ് ചെയ്യാം.
അപ്പോൾ ഇസയാണെങ്കിൽ റൂമിന് വേണ്ടിയിട്ട് മേക്ക് ഓവർ പോലെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പിങ്ക് കളറിലുള്ള രീതിയിലാണ് അവൾ വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ കേർട്ടൻസ് ക്രീം കളറായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അമ്മ കേർട്ടൻ മാറ്റണം എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ കുറച്ച് ആളെ മുമ്പിൽ ഇട്ടുള്ളൂ, ഇതെന്തിനാ മാറ്റണേന്നൊക്കെ ചോദിച്ചു. പക്ഷെ അവൾക്കത് എന്തായാലും പിങ്ക് കളർ അതിൻ്റെ ഉള്ളിൽ വേണം എന്നുള്ളത് കൊണ്ട് അവൾ തന്നെ സ്വയം കർട്ടനൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ പിങ്ക് കളറും ക്രീം കളറൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ അവൾ കർട്ടൻ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ എന്തിനാ ചെയ്തേ? പറഞ്ഞു അമ്മ അതതിന് മാച്ചിങ് വേണം അതുകൊണ്ടാണെന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത് അത് കണ്ടിട്ടാണ് മക്കൾക്ക് ഇൻസ്പിറേഷൻ വരും. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ഓരോന്ന് വീട്ടിൽ ചെയ്യണ കാണുമ്പോൾ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് ആ കളർ അനുസരിച്ചൊക്കെ ഓരോന്ന് ചെയ്യാൻ. അപ്പോൾ സ്വയം തന്നെ അതൊക്കെ അവൾ തന്നെ ചെയ്തു. അപ്പുറത്തെ സൈഡ് അവൾക്ക് മാറ്റാൻ പറ്റിയില്ല, കാരണം അവിടെ കയറി നിൽക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് കാരണം. അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക, കാരണം ഓരോന്നൊക്കെ തന്നെ ചെയ്യുമ്പോൾ എനിക്ക് പേടിയായിട്ട് അവർ ഓരോന്നൊക്കെ തന്നെ ചെയ്യാനായിട്ട് പോകുമ്പോൾ. പക്ഷേ അവർക്ക് വലുതായി വരുന്നതോറും അവർക്ക് ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പേടിയൊക്കെ കുട്ടികൾ വലുതാവുമ്പോൾ അവർക്ക് കുറയും. പക്ഷേ നമ്മൾ അമ്മമാർക്ക് എപ്പോഴും പേടിയായിരിക്കും അവർ ഓരോന്ന് ചെയ്യുമ്പോഴും മനസ്സിലൊരു ധൈര്യക്കുറവാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മളിത് ഇവിടെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് കുറേ ജോലികൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബെഡുമുള്ള ഐറ്റംസ് എല്ലാം എടുത്ത് മാറ്റി അവിടെ നമ്മുടെ ടേബിൾ ഷീറ്റല്ല ബെഡ്ഷീറ്റൊക്കെ വിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഡ്രസ്സുകളൊക്കെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. പുറത്തോട്ട് പോയപ്പോൾ ഇട്ട ഡ്രസ്സൊക്കെ അവിടെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഫോൾഡ് ചെയ്യുകയാണ്. ഈസി ആണെങ്കിൽ ഇവിടെ ചുമരൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് വൃത്തിയാക്കാണ്, അവിടെ എന്തോ അഴുക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ റോസുവിനാണെങ്കിൽ തുണികൾ മടക്കാൻ നല്ല ഇഷ്ടമാണ്. ഈസയ്ക്ക് അത് വലിയ ഇഷ്ടമുള്ള ജോലിയൊന്നും അല്ല. എത്ര പേർക്കാണ് തുണികൾ ഫോൾഡ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം. ഇഷ്ടമില്ലാത്തവരും കമൻറ്റ് ബോക്സിൽ പറയാം. ഇടയ്ക്ക് അവർ വലിയ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാട്ടൊക്കെ വെച്ചിട്ട്. പാട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനുള്ളിൽ ഡാൻസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റോസുമാണ് ഇവിടെ തുണി മടക്കാൻ നല്ല ഇഷ്ടമുള്ളത്. അവൾക്ക് തുണിയൊക്കെ ഇങ്ങനെ മടക്കി അലമാരയിലൊക്കെ വെച്ച് അവൾ ഇടയ്ക്കിടയ്ക്ക് അവളുടെ ഡ്രസ്സൊക്കെ എടുത്ത് മടക്കി തിരിച്ച് വെക്കും കേട്ടോ. പക്ഷേ ഇസയ്ക്ക് ആ മേഖല വലിയ താല്പര്യമൊന്നുമില്ല. അവൾക്ക് കൂടുതൽ ഇഷ്ടം എന്നെ പോലെ തന്നെ മേക്ക് ഓവറൊക്കെ ചെയ്യുക, റൂമിൽ അവിടെ ഇവിടെയൊക്കെ ഡെക്കോർ വെക്കുക, ഇതൊക്കെയാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം. റോസുവിനാണ് കുറച്ചും കൂടി ഷെൽഫിൻ്റെ ഉള്ളിലുള്ള ഓർഗനൈസിങ് പരിപാടിയൊക്കെ കുറേയും കൂടി ഇഷ്ടം കേട്ടോ. രണ്ടുപേർക്കും ഇഷ്ടം, കൂടുതൽ ഇഷ്ടം ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഇസ അവിടെയൊക്കെ അടിച്ച് വാരി എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അവർ രണ്ടുപേരും ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് കുറച്ച് അവരെ ഒന്ന് സഹായിക്കേണ്ടി വന്നു, കാരണം ബെഡെത്തി വെയിറ്റ് ഉണ്ട്. അപ്പോൾ അവർക്കത് തനിയെ അത് ഫുള്ളായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സൈഡ് ഞാൻ ബെഡൊന്ന് നീക്കി കൊടുത്തു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ റോസുവിന് ഇത് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഈ ജോലി. അവൾക്ക് ഏതാണ്ട് മടുത്തു, നല്ല ടയേർഡായി അവൾ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു പില്ലോ കവർ എന്നാൽ മാറ്റ്, ഇനി അവസാനിപ്പിക്കാം. അമ്മ ലാസ്റ്റ് വന്നു, ഞാൻ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ എത്തി. ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈസ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ ചെയ്തുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പാവം തോന്നി, കാരണം കുറേ നേരമില്ല രണ്ടുപേരും കൂടി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റോസ് ഏകദേശം ടയേർഡായി, അവൾ ചെറുതല്ലേ, അപ്പോൾ അവൾക്ക് ഏതാണ്ട് മടുത്തു. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് വെല്ലവണ്ണം എന്നൊക്കെ ഇടുന്നാൽ മതി എന്നായി ബെഡുമ്മ, അത്രയും മടുത്തു അവൾക്ക് കുറേ നേരമായിട്ട് ചെയ്തിട്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡോളിനെയും ഒക്കെ അവിടെ സെറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പിങ്ക് കളറിലുള്ള തീമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വെക്കണേ. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഇതുമ്പോൾ സ്റ്റഫ്ഡ് ടോയ്സ് ഒക്കെ ഇങ്ങനെ ബെഡുമ്മ വെക്കുമോ എന്ന് എടുക്കുമ്പോൾ. അത് സ്ഥിരമായിട്ടൊന്നും വെക്കാറൊന്നുമില്ല. അവരിങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചിട്ട് പോകും. ഉറങ്ങണ നേരത്തെ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ബ്ലാങ്കറ്റ് പിങ്ക് കളറിലുള്ളത് അത് എൻ്റെ ബ്ലാങ്കറ്റ് ആട്ടോ, അത് അവർക്ക് വേണമെന്ന് പറഞ്ഞു തീം അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് അവിടെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ റൂം ക്ലീനിങ് ഫുള്ളായിട്ടും കംപ്ലീറ്റ് ആക്കി അവർ സക്സസ്ഫുള്ളി. അപ്പോൾ ഇനി അവർക്ക് ഇനി റിലാക്സ് ചെയ്യാം. ലിസ്റ്റിൽ എല്ലാ ജോലിയും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റൂം ഫുള്ളായിട്ടും കാണാം എന്താണ് അവർ ചെയ്തേക്കണേന്ന്.
അങ്ങനെ നമ്മുടെ റൂമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർ തന്നെ സ്വയം ഇങ്ങനെ റൂം വൃത്തിയാക്കി കഴിയുമ്പോഴില്ലേ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവരത് എപ്പോഴും വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ അവർക്ക് വേണ്ടി എപ്പോഴും ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് അതൊരു വാല്യൂ ഉണ്ടായിരിക്കില്ല, അവർക്കത് ക്ലീൻ ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അവരതേ റിലാക്സ് ആയിട്ട് ഫോണിൽ എന്തെങ്കിലും കാണാനൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വരുമ്പോൾ അവർ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് കുറച്ച് നേരം അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ കണ്ട് ഇരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്ക് ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മണി മുതൽ ഒരു 3:30 4 മണി വരെ അവർ ചിലപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ സാധാരണ ദിവസം പോലെ തന്നെയായിരുന്നു അന്ന്. കാരണം അവർക്ക് 4:30 ആയപ്പോൾ ട്യൂഷൻ ഉണ്ടായിരുന്നു, ട്യൂഷന് പോയി. അത് കഴിഞ്ഞ് 6 മണിക്ക് വന്നു. പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് കുളിച്ച് കഴിഞ്ഞാൽ വീണ്ടും നെക്സ്റ്റ് ഡേ ക്ലാസ്സിലേക്ക് പഠിക്കാനുള്ള സമയമാണ്. അപ്പോൾ അവധി ദിവസത്തിൽ സ്പെഷ്യലായിട്ട് ആകെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതാണ്. ഞാൻ ആദ്യമേ തൊട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ ടൈം കണ്ടെത്തുക. ക്രാഫ്റ്റോ പടം വരയോ അങ്ങനെ എന്തെങ്കിലും. ഫാമിലിയുടെ കൂടെ കുറച്ചും കൂടി ടൈം നമ്മൾ സാധാരണത്തിലും സ്പെൻഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്വിസ് മത്സരം പോലെ നമ്മൾ TV-യിൽ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ ഇരുന്ന് കളിച്ചു. അതോടൊപ്പം തന്നെ വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാം. നമ്മുടെ റൂം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരിക്കലും നമ്മളൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അവധി ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുക. അതോടൊപ്പം നമ്മുടെ ഹെയർ കെയറും സ്കിൻ കെയറും ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എല്ലാ ദിവസവും പഠനവും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളായിട്ട് ബിസി ആയിട്ട് പോകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് ടൈം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അവധി ദിവസം ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ടൈം മാറ്റി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഫ്രഷ് ഫീലിങ്ങും റിലാക്സ് ഫീലിങ്ങും സ്ട്രെസ് ഇല്ലാതെ പഠിക്കാനും കളിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.